അവിടെന്ന് പറയുകയാ, അല്ലാഹു നിങ്ങൾക്ക് പരീക്ഷണം തന്നാ നിങ്ങൾ പതറരുത്. ഒരു തലവേദന വന്നാലും നിനക്ക് പ്രതിഫലമുണ്ടല്ലോ, നിന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടാലും നിനക്ക് പ്രതിഫലമുണ്ടല്ലോ. എന്തിനാ ഭയപ്പെടുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു സഹാബി വനിതയായ സ്വാലിഹത്തായ പെണ്ണ് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ, എനിക്ക് അവസ്മാരത്തിന്റെ രോഗമാണ് നബിയേ. എപ്പോഴാണ് വരുന്നതെന്നറിയില്ല, ശരീരം മുഴുവനും വല്ലാത്ത വേദനയാണ്, വായിലൂടെ പതയും വരയും വരുന്ന രോഗമാണ് അവസ്മാരമെന്ന് പറയുന്ന രോഗം. വല്ലാത്ത വേദനയാ, സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു സാലിഹത്തായ പെണ്ണ് വന്ന് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, പക്ഷേ നീ ക്ഷമിച്ചു കഴിഞ്ഞാ അല്ലാഹു നിനക്ക് സ്വർഗം തരും പെണ്ണേ. പറയുകയാണ്, ദുആ ചെയ്താ രോഗം മാറും, നീ ക്ഷമിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരും. എന്ത് വേണം പെണ്ണ്? ആ പെണ്ണ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബി തങ്ങള് ദുആ ചെയ്യണ്ട നബിയേ, എനിക്ക് സ്വർഗം മതി നബിയേ, എന്റെ രോഗം മാറണ്ട നബിയേ. നബി തങ്ങളോട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, ഒരു തലവേദന വന്നാ, ഒരു പനി വന്നാ, ഒരു ശരീരവേദന വന്നാ, കുറ്റം പറയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ തീരുമാനമല്ലോ, പടച്ചറപ്പിന്റെ തീരുമാനമല്ലോ. ആ തീരുമാനത്തിനെ തട്ടിമാറ്റാൻ ആർക്കും കഴിയില്ലല്ലോ. അതുകൊണ്ട് കുറ്റം പറയല്ലോ. അത് നിനക്ക് റബ്ബ് സ്നേഹമുള്ളത് കൊണ്ട് തന്നതാണ്, നിനക്ക് സ്വർഗം തരാൻ തന്നതാണ്. അത് മനസ്സിലാക്കാൻ കഴിയണം സഹോദരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പടന്ന് പറയുകയാ. ഖുർആനിൽ അല്ലാഹു വാഴ്ത്തി പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹു പരീക്ഷണം കൊടുത്താ ശ്രമിക്കുന്നവരാ. അവരെപ്പോഴും പറയും അൽഹംദുലില്ലാഹ്, പടച്ചവനെ രോഗമാണെങ്കിലും അൽഹംദുലില്ലാഹ്, സാമ്പത്തിക നഷ്ടമാണെങ്കിലും അൽഹംദുലില്ലാഹ്, മരണമാണെങ്കിലും അൽഹംദുലില്ലാഹ്, ഏത് പ്രയാസമാണെങ്കിലും അവർ അല്ലാഹുവിനെ സ്തുതിക്കുന്നവരാ. പടച്ചവനെ സംഘാടകരുടെ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. സദഖത്തു റദ്ദുൽ ഫലാ, വിപത്തുകളെ തട്ടിമാറ്റി വന്നാട്. പടച്ചവനെ ഏത് രോഗത്തെയും തട്ടിമാറ്റാൻ ഈ സദഖയ്ക്ക് കഴിയും സഹോദരാ. സംഘാടകരുടെ ബക്കറ്റുമായി മുമ്പിലേക്ക് കടന്നു വരികയാ. കൈകെട്ടിയിരിക്കല്ല്, കണ്ടില്ലെന്ന് നടിക്കല്ല്. നിന്റെ പണം അല്ലാഹുവിന് വേണ്ട, നീ കൊടുക്കുന്നത് കൊണ്ട് പ്രയോജനം നിനക്കേ ഉള്ളൂ. അപകടങ്ങളെ തട്ടിമാറ്റാൻ കഴിയുമല്ലോ, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റാൻ കഴിയുമല്ലോ, ഏത് പരീക്ഷണത്തെയും തട്ടിമാറ്റാൻ കഴിയുമല്ലോ, വരാനിരിക്കുന്ന അപകടങ്ങളെ തട്ടിമാറ്റുമല്ലോ. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ് നബിതങ്ങൾ പറയുകയാ. അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊണ്ട് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു. അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്ന അവര് സദഖ കൊണ്ട് ചികിത്സിക്കും. അള്ളാഹു നമ്മുടെ രോഗങ്ങളെ ചികിത്സിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സദഖ വിപത്തുകളെ തട്ടിമാറ്റി. ഇന്നലെ മംഗലാപുരത്താണ് പോയത്. വെളുപ്പാങ്കാലത്ത് 4 മണിയായപ്പോ ഞാൻ മംഗലാപുരത്ത് വന്നപ്പോ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞാനൊരു മരണം കണ്ടിട്ട് വരികയാണ്. ഒരു ഉസ്താദിന്റെ 3.5 വയസ്സുള്ള കുട്ടി അടുക്കളയിൽ ഇതിന്റെ മുകളിൽ ഇരിക്കുകയാണ്. അടുക്കളയിൽ വെച്ച് ആ പാത്രമൊക്കെ കഴുകുന്നതിന്റെ മുകളിൽ, ആ സ്ലാബിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. 3.5 വയസ്സ്. പെട്ടെന്ന് താഴെ വീണു, തല പോയി തറയിലിടിച്ചു. ഇന്നലെ രാത്രി 2 മണിയായപ്പോൾ ആ കുഞ്ഞു മരണപ്പെട്ടു പോയി. ആ ഉസ്താദ് വിളിച്ചപ്പോൾ വല്ലാത്ത സങ്കടം. എന്തു പറഞ്ഞ സമാധാനിപ്പിക്കുക. അല്ലാഹു ഉസ്താദിന് ക്ഷമ നൽകുമാറാകട്ടെ.
അവിടുത്തെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകുമാറാകട്ടെ. അള്ളാഹു കണ്ണീരിന് പകരം അള്ളാഹു സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ സദക്ക കൊണ്ട് വിപത്തുകൾ മാറും, ദുരിതങ്ങൾ മാറും, നിന്റെ പ്രയാസങ്ങൾ മാറും. എല്ലാവർക്കും അറിയത്. ഇപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞു, ആരെങ്കിലും പൈസ കൊടുത്തോ മസിൽ പിടിച്ചിരിക്കുകയാ. നിങ്ങൾ ചിന്തിക്കുന്ന വയത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ ഒരു അപകടം പറ്റി. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാക്കുമാറാകട്ടെ. നേരെ ബാത്റൂമിൽ ചെന്ന് വീട്ടിൽ ചെന്ന് ഭക്ഷണമെല്ലാം കഴിച്ചു താമസിച്ചു ഉറങ്ങണം. ചാടി ബാത്റൂമിനകത്ത് കയറി തെറ്റിയടിച്ച് താഴെ വീണു, തല പോയി കുത്തി കഴിച്ചു. പിന്നെ മക്കളെല്ലാം കൂടെ പൊക്കിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണൂരോ അല്ലെങ്കിൽ വടകരയോ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു, ഐസു തുറന്നിട്ടിട്ട് പറഞ്ഞ് AC കകത്ത് കയറ്റി കിടത്തിക്കൊള്ളാം, നേരെ അകത്തോട്ട് കയറ്റിക്കൊള്ളാൻ പറഞ്ഞു. നേരെ കൊണ്ടുപോയി ഐസുവിനകത്തേക്ക് കയറ്റി. ഡോക്ടർ പുറത്ത് വന്നിട്ട് പറഞ്ഞു, ഇത്തിരി സീരിയസ് ആ, ബ്ലഡൊക്കെ ക്ലോട്ട് ആയിട്ടുണ്ട്, സർജറി വേണം, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാം, പുറത്തു നിന്നോ. പടച്ചവനെ, ഉമ്മ മോനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ ഒരു 2000 രൂപ എടുത്തുകൊണ്ട് ഉസ്താദിനെ ഒന്ന് കാണാൻ പോണം. നാളെ രാവിലെ ഉസ്താദ് റൂമിന്റെ വാതിൽ തുറക്കുമ്പോൾ നിന്റെ മോൻ ഇങ്ങനെ പള്ളിയുടെ മുമ്പിൽ ഉസ്താദിന്റെ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഉസ്താദ് എനിക്ക് എന്തേ അല്ല, ഇവനെ ഇന്ന് വരെ കണ്ടിട്ടില്ല, ഇവന്റെ രാവിലെ വന്ന് നിൽക്കണം. എന്തേടാ മോനെ? ഉസ്താദെ, വാപ്പ ഇന്നലെ രാത്രി ബാത്റൂമിനകത്ത് വീണിട്ട് ഇത്തിരി സീരിയസ് ആയി ഐസിയുവിനകത്ത് കിടക്കുകയാ. ഉമ്മ പറഞ്ഞു വിട്ടതാ, 2000 രൂപ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും ഒന്ന് ദുആ ചെയ്യാൻ ഉസ്താദെ. അപ്പൊ നിനക്കറിയാം സദക്ക കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. അപ്പൊ അറിയാഞ്ഞിട്ടല്ല, സദക്ക കൊടുത്തിട്ട് ദുആ ചെയ്താൽ രക്ഷപ്പെടുമെന്ന് നിനക്കറിയാം. അറിയാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. പിന്നെ എന്തിനാ ഈ ബക്കറ്റ് വന്നപ്പോ കണ്ണടച്ചിരുന്നത്? ഇപ്പൊ കൊടുത്തിരുന്നെങ്കിൽ വീഴാതെ തന്നെ രക്ഷപ്പെടാമായിരുന്നല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതാ ചിന്തിക്കേണ്ടത്. അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ തരുമ്പോ നിലവിളി, സങ്കടം, ആര് സന്തോഷത്തോടെ നടന്നപ്പോ അല്ലേ? സന്തോഷത്തോടെ നടന്നപ്പോ അള്ളാഹു നോക്കാനൊന്നും വയ്യായിരുന്നല്ലോ. ഇവിടെ എല്ലാവരും രോഗത്തിന്റെയും പ്രയാസത്തിന്റെയും കഥ പറയുന്നവരാ. നിങ്ങൾക്കറിയുമോ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വായിച്ചു നോക്കണം. രോഗികൾ, രോഗം പിടിച്ച് കിടക്കുന്ന വീട്ടുകാർ, ഭാര്യയും ഭർത്താവും, ഭർത്താവിന് രോഗമുണ്ടെങ്കിൽ, ഭാര്യയ്ക്ക് രോഗമുണ്ടെങ്കിൽ, വീട്ടിൽ രോഗം പിടിച്ച് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയ്യൂബ് നബിയുടെ ചരിത്രം വായിച്ചു നോക്കണം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വായിച്ചു നോക്കണം. ഭാര്യയും ഭർത്താവും. അല്ലാഹു നമുക്ക് വായിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അയ്യൂബ് നബിയുടെ ചരിത്രം വായിക്കാൻ കിട്ടും. ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാകും. 18 കൊല്ലം രോഗം പിടിച്ച് നടന്ന പ്രവാചകനാണ്. ശരീരം മുഴുവനും പഴുത്ത് മാംസങ്ങൾ ഇങ്ങനെ വീഴും, പൊട്ടി ഒലിക്കും, ദുർഗന്ധം പിടിക്കും. അയ്യൂബ് നബിക്ക് നടക്കാൻ കഴിയാതെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചുമന്നുകൊണ്ടാണ് നടക്കണം. കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നത് പോലെ ചുമന്നുകൊണ്ട് നടക്കും. കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ തന്റെ ഭാര്യ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കും. അവസാനം തന്റെ ഭർത്താവിന്റെ അവസ്ഥ കണ്ട് സങ്കടം തോന്നിയിട്ട് ഭാര്യ അടുത്തു പോയിരുന്നു പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനല്ലേ, നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ, ഈ രോഗം മാറാനൊന്ന് ദുആ ചെയ്യാം. അപ്പൊ അല്ലാഹുവേ, അയ്യൂബ് നബി തന്റെ ഭാര്യയോട് പറഞ്ഞത്, നിനക്ക് നോക്കി മടുത്തെങ്കിൽ നീ പൊക്കോ, ഞാൻ അല്ലാഹുവിനോട് പറയില്ല, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യില്ല, എന്റെ രോഗം മാറാൻ ഞാൻ അല്ലാഹുവിനോട് പരാതി പറയില്ല, നിനക്കും അടുത്തെങ്കിൽ നീ പോകാൻ. പറയാൻ വളരെ എളുപ്പ സഹോദര. കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീട്ടിൽ ചെന്നു. കഴിഞ്ഞ ആഴ്ച വീട്ടിൽ ചെന്നപ്പോ ഒരു വാപ്പ കിടന്ന കിടപ്പിൽ തന്നെ അദ്ദേഹത്തിന് സ്റ്റോക്ക് വന്നിട്ട് കിടക്കുകയാണ്. ആ സഹോദരൻ അവസാനം ആ ഉപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ മരിക്കാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ചോദിച്ചപ്പോ പറഞ്ഞു, ഭാര്യയുടെയും മക്കളുടെയും കുത്തുവാക്കും പരിഹാസവും കേട്ടും മടുത്തു ഉസ്താദേ. ഞാനിപ്പോ എല്ലാവർക്കും അധികപ്പറ്റ, ഞാൻ എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും ഞാൻ അധികപ്പറ്റ, അവർക്ക് എങ്ങും പോകാൻ പറ്റുന്നില്ല, ഞാൻ അവർക്കൊരു ബാധ്യതയായി, സഹിക്കാൻ പറ്റുന്നില്ല ഉസ്താദേ, ഞാനൊന്ന് മരിക്കാൻ ദുആ ചെയ്യും. ഞാൻ പറഞ്ഞു, ഉപ്പാ, നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നില്ല, എന്തിനാ പേടിക്കണേ? നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവേ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരു ഗതി ഞങ്ങൾക്ക് നീ വരുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, ഭാര്യയും മക്കളും വീട്ടുകാരും ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ നീ ഞങ്ങൾ ആരെയും എത്തിക്കല്ല അല്ലാഹുവേ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് എന്തെങ്കിലും പരീക്ഷണം തന്ന ക്ഷമിക്കാനുള്ള മനസ്സുകൂടെ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സന്തോഷ വാർത്ത പറഞ്ഞ 2ാമത്തെ വിഭാഗം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പരീക്ഷണം കൊടുത്താൽ ക്ഷമിക്കുന്നവരാ. അല്ലാഹു ക്ഷമിക്കാനുള്ള മനസ്സ് നൽകുമാറാകട്ടെ. അല്ലാഹു ക്ഷമിക്കാനുള്ള മനസ്സ് നൽകുമാറാകട്ടെ. പറയാനൊക്കെ എളുപ്പമാണ്, ക്ഷമിക്കാൻ പറ്റുമോ? ഈ സദസ്സിൽ പ്രയാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും പ്രയാസമുണ്ട്.
പക്ഷെ നിങ്ങളുടെ മനസ്സിനകത്ത് ധൈര്യം വേണമെങ്കിൽ ഒരു ഹദീസ് പഠിച്ചാൽ മതി. ഞാനൊരു ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഹദീസ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എഴുതി വെച്ചാൽ നിനക്ക് ഏത് പ്രയാസം വന്നാലും നിനക്ക് സങ്കടം വരില്ല, കുറ്റം പറയില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു ഹദീസ് പറഞ്ഞു തരട്ടെ. ലക്ഷങ്ങളുടെ കടം വന്നാലും നിനക്ക് സങ്കടം വരില്ല, ക്യാൻസർ വന്നാലും നിനക്ക് സങ്കടം വരില്ല, മരണം സംഭവിച്ചാലും നിനക്ക് സങ്കടം വരില്ല. നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നീ ആരോടും പറഞ്ഞുകൊണ്ട് നടക്കൂല. നിന്റെ മനസ്സിൽ നിനക്കൊരു ധൈര്യം കിട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്ന് എഴുന്നേറ്റ്. എന്നിട്ട് അവരവരിയ്ക്കുന്ന കസേര എടുത്തുകൊണ്ട് ഫ്രണ്ടിലോട്ട് വന്നു. ഞാൻ പറഞ്ഞുതരാം. പൊടി ഇളക്കരുത്. നിങ്ങൾ ഇരിക്കുന്ന കസേര എടുത്തോണ്ട് ഫ്രണ്ടിൽ വാ. എനിക്ക് കൊറോണ ഒന്നുമില്ല. വാ, പെട്ടെന്ന് വാ. മൈക്ക് സെറ്റുകാരൻ എന്തേ വാ ഒന്നോ അടുത്തേക്ക് വാ. നിങ്ങളൊക്കെ കാണാനാ. വാ, എല്ലാവരും വാ. പുറത്തേക്കണവരൊക്കെ നിന്നോ. ഇപ്പൊ ഇറങ്ങും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പിടിച്ചു അത്തമരൊക്കെ ഇരുന്നോ. വാ, എല്ലാവരും. മൈക്ക് സെറ്റുകാരൻ എന്തേ ഒന്നാമത് എനിക്ക് ഇത്തിരി നീളം കൂടുതലും ഈ സ്റ്റാൻഡിന് ഇത്തിരി നീളം കുറവാണ്. എനിക്കിത്തിരി നീളം കൂടുതലും സ്റ്റാൻഡിന് ഇത്തിരി നീളം കുറവും. അതുകൊണ്ട് എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ട്. ഞാൻ ഇരുന്നോട്ടെ. എല്ലാവരും നിന്നോട്ടോ. ഇല്ല, അവിടെ നിന്നാ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ മരിക്കൂല്ലേ? ഇന്നതിനെ ഇൻഷാ അല്ലാഹ് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ സംശയം ഉണ്ടെന്നില്ലേ? അല്ലേ? അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. ഈ റോഡിൽ നിൽക്കുന്ന ചങ്ങാതിമാരോട് ഞാൻ പറഞ്ഞു ഇറങ്ങിയിരിക്കാൻ. ഇല്ല ഉസ്താദ്, ഞാൻ ഇറങ്ങൂല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇറങ്ങൂല. ഞാൻ നാളെ ഇറങ്ങാൻ വേണ്ടി ഇരിക്കാം. നാളെ നീയൊക്കെ ഉണ്ടാവുന്ന ആരുണ്ട്. അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നമ്മളിതൊക്കെ പറഞ്ഞാലും ചിലർക്ക് തിരിയത്തില്ല. കാരണം അറിയോ? ഞാൻ ഇപ്പോഴൊന്നും മരിക്കത്തൊന്നുമില്ല, ക്യാൻസറും ഇല്ല, ട്യൂമറും ഇല്ല, എനിക്കൊരു മാരക രോഗമില്ല, പിന്നെ ഞാനെന്തിനാ മരിക്കപ്പെട്ടതില്ല. എല്ലാവരും പറയണത് എത്ര നല്ല അവസരം കിട്ടിയാലും ഇരിക്കൂല. നിന്നോ, നിങ്ങളൊക്കെ അവിടെ നിന്നോ. അല്ലാഹു നിങ്ങൾക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു എല്ലാവർക്കും നല്ല മരണം തരുമാറാകട്ടെ. മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? നിങ്ങൾ എന്തെങ്കിലും എനിക്കുണ്ടോ? ആരാ പറഞ്ഞിരിക്കുന്നത്? മരണത്തിന് അടയാളമില്ലെന്ന് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ല അടയാളം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മരണത്തിന്റെ അടയാളം പറഞ്ഞു തരട്ടെ. വേണോ? വേണം. നിങ്ങൾക്ക് വേണം. ഇരിയുടെ അവിടെ. മരണത്തിന്റെ അടയാളം ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ്. അടയാളം വന്നാൽ കഫൻ തുണി വാങ്ങുമോ? പറ, വാങ്ങുമോ? ഫ്രീ ആയിട്ട് കിട്ടോ? ഓലി പൈസ കൊടുക്കണല്ലേ? ഞാൻ മരണത്തിന്റെ അടയാളം പറഞ്ഞു തരാം. കഫൻ തുണി വാങ്ങേണ്ടവർ വാങ്ങിച്ചോ, കവർ കുഴിക്കേണ്ടവർ കുഴിച്ചിട്ടോ. കേട്ടോ പെണ്ണുങ്ങളെ ഞാൻ പറയാം, മരണത്തിന്റെ അടയാളം ഞാൻ പറഞ്ഞു തരാം. ഉള്ള സ്വർണ്ണ കൂലി ഇന്ന് തന്നിട്ട് പോക്കോ. ഇനിയൊന്നും കഫൻ തുണിയൊന്നും ഇനി പോയിട്ട് ഫർദയും സാരിയൊന്നും വേണ്ട. കഫൻ തുണി വാങ്ങിച്ചോ. നീയൊക്കെ കടം വീട്ടാനുള്ളവരൊക്കെ വീട്ടിൽ കൊള്ളണം, പൊരുത്തം ചോദിക്കാനുള്ളവരൊക്കെ ചോദിച്ചോണം, പറയാനുള്ളവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് റെഡി ആയിക്കോണം. യാവോ. അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. പുറത്തേക്കുള്ള കാക്കാമാരൊക്കെ കേട്ടോ, അടയാളം പറയാൻ പോണേ. നിന്റെ മരണത്തിന്റെ അടയാളം ഇന്നത്തോടെ തീരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറഞ്ഞിട്ടെ. അറ്റാക്കൊന്നും തരത്തില്ലല്ലോ. നിങ്ങളും ഉണ്ടായിട്ട് ഒരു കസേര. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മരണത്തിന്റെ അടയാളമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ വേറൊന്നിന്റെ അടയാളമല്ല. ഈ ചിരിയൊക്കെ മാറും. ഇനി കൊലച്ചിരിയാവും. എപ്പോഴും ഈ പറഞ്ഞു കഴിയുമ്പോഴും ഈ ചിരി നിങ്ങളുടെയൊക്കെ മുഖത്തുണ്ടാകണം. കേട്ടോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നേരെ